നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി. നവീകരിച്ച OP ബ്ലോക്കിന്റെ ഉദ്ഘാടനവും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്ര പ്രഖ്യാപനവും മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കോൺഗ്രസ് നേതാക്കളെ അന്യായമായി പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നാരോപിച്ച് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് സ്കൂൾ കലോത്സവം ഋതം എന്ന പേരിൽ സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം ഫിറോഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി. നവീകരിച്ച OP ബ്ലോക്കിന്റെ ഉദ്ഘാടനവും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്ര പ്രഖ്യാപനവും മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. അപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ബോർഡ് മാറ്റി വെക്കുക മാത്രമല്ല, കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളത്. നമുക്കൊരു പനിയോ മറ്റ് അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കോ ഒന്നും പോകണ്ട. നമുക്ക് അസുഖം വരുമ്പോൾ, ഇപ്പോൾ നെഞ്ചുവേദനയോ സ്ട്രോക്കോ ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ചികിത്സയുള്ള ഇപ്പോൾ തൃശ്ശൂർ ജനറൽ ആശുപത്രിയിലുണ്ട്, മെഡിക്കൽ കോളേജിലുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ അവിടെയൊക്കെ ഉണ്ട്. ജനറൽ ആശുപത്രി കാർഡിയോളജിയൊക്കെ ഈ 9 വർഷത്തിനിടയിലെ മാറ്റമാണ്. ആർദ്രത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നതാണ് ഹൃദ്രോഗ ചികിത്സയൊക്കെ. 2019-20 കാലഘട്ടത്തിലാണ് അവിടെ ആദ്യമായിട്ട് സംസ്ഥാനത്ത് ആരംഭിക്കുന്നതിൽ ഒന്നാണ് തൃശ്ശൂരിൽ ആരംഭിച്ചത്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞത്, അതല്ലാതെയുള്ള രോഗങ്ങൾ എന്താണെങ്കിലും ഇവിടെ വന്ന് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഇവിടെ തന്നെ ചികിത്സ നൽകാൻ കഴിയുന്നത് ഇവിടെ തന്നെ നൽകും. മിതമായ മരുന്നേ നൽകുകയുള്ളൂ, അനാവശ്യമായ മരുന്ന് നൽകില്ല, ആൻറ്റിബയോട്ടിക്കുകൾ അനാവശ്യമായിട്ട് എഴുതില്ല. ഇവിടെ ചികിത്സിക്കാൻ കഴിയാത്തതാണെങ്കിൽ ഇവിടെ നിന്ന് റെഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യാവുന്നത്? നമ്മൾ വിവക്ഷിക്കുന്നത് E-Health വഴി ചെയ്യാം. നമ്മൾ പേപ്പർ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരേണ്ട എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ട് E-Health ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പാതയിലായിരിക്കും എന്ന് കരുതുകയാണ്. അപ്പം നമ്മളുടെ ലക്ഷ്യം എല്ലാ ആശുപത്രികളും E-Healthലൂടെ കണക്റ്റഡ് ആവുക. ആരോഗ്യ കേന്ദ്രം, ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ് എല്ലാം തന്നെ ഇവിടുന്ന് റെഫർ ചെയ്താൽ ഒരു സ്പെഷ്യാലിറ്റി ചികിത്സ, സൂപ്പർ സ്പെഷ്യാലിറ്റി വേണ്ടതാണെങ്കിൽ അത് ആ തലത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഡോക്ടർ ഇവിടുത്തെ ചികിത്സാ വിവരങ്ങൾ കൂടി കാണത്തക്ക നിലയിലാണ് E-Health ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. CC മുകുന്ദൻ MLA അധ്യക്ഷനായി. കേരള സംസ്ഥാനത്ത് സാമൂഹ്യ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സർക്കാരിൻ്റെ നവകേരള പദ്ധതിയുമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് നമ്മുടെ മണ്ഡലത്തിൽ രണ്ടാമത്തെ പദ്ധതിയായി ലഭിച്ചിട്ടുള്ളത്. ആതിരം പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പല സംസ്ഥാനത്തിൻ്റെ പല മേഖലയിലേക്ക് നടപ്പാക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ഉദ്ഘാടന പ്രശ്നത്തിൽ പ്രിയപ്പെട്ട മന്ത്രി വീണ ജോർജ് നിങ്ങളോട് സംസാരിക്കും എന്നുള്ളത് കൊണ്ട് അതിലേക്കൊന്നും കാര്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും നമ്മുടെ പരിപാടിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ കേരള സർക്കാരിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ആതരം പദ്ധതി രണ്ടാം ഘട്ട പരിപാടിയാണ്. നമ്മുടെ രണ്ടാം ഘട്ട പദ്ധതിയാണ് നമ്മുടെ മേഖലയിൽ നടപ്പാക്കുന്നത്. അത് നമുക്ക് ചേർപ്പ് മേഖലയുമായി ബ്ലോക്ക് മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു പദ്ധതിക്ക് അനുകൂലമായ സാഹചര്യം ലഭിച്ചു. ഏകദേശം 37,50,000 രൂപയുടെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ എല്ലാവിധ സൗകര്യത്തോടും കൂടിയുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നമ്മുടെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പാക്കാൻ നമുക്ക് അനുവാദം സർക്കാരിന് ലഭിച്ചത്. ആ അനുവാദം ലഭിച്ചപ്പോൾ തന്നെ മനസ്സുകൊണ്ട് വളരെയേറെ സന്തോഷകരമായ അനുഭവമാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം പാവപ്പെട്ട ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ആരോഗ്യ സംരക്ഷണ രംഗത്ത് മറ്റുള്ളതും വ്യത്യസ്തമായി, പ്രൈവറ്റ് മേഖലയിൽ വ്യത്യസ്തമായി എല്ലാ രംഗത്തും ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പദ്ധതി നമ്മുടെ ചേർപ്പ് ബ്ലോക്ക് മേഖലയിൽ നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ആത്മാർത്ഥമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ആരോഗ്യ കേന്ദ്രം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്.
കെ രാമചന്ദ്രൻ MLA, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷീന പറയങ്ങാട്ടിൽ, ഹസീന അക്ബർ, ജെറി ജോസഫ്, TK ഗീത, സുനിൽ ചാണാശ്ശേരി, NT സജീവൻ, അനിത മണി, CHC സൂപ്രണ്ട് ഡോക്ടർ KT സുജ എന്നിവർ സംസാരിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ S ശ്രീജിത്ത് ദാസ്, ജെറിൻ ജോസ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് BDO CM അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി 37.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് OP ബ്ലോക്ക് നവീകരിച്ചത്. കോൺഗ്രസ് നേതാക്കളെ അന്യായമായി പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നാരോപിച്ച് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. നേതാക്കളായ പ്രിയൻ പെരിഞ്ചേരി, M സുജിത് കുമാർ, CK വിനോദ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയും കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ M സുജിത് കുമാർ, കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി, ചേർപ്പ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ് എന്നിവരെയാണ് ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 3 പേരും വഴിയിൽ നിൽക്കുമ്പോൾ പോലീസ് ജീപ്പിൽ ബലമായി പിടിച്ചു കയറ്റുകയായിരുന്നുവെന്നാണ് ആരോപണം. മന്ത്രി വീണ ജോർജ് ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുമ്പോൾ കരിങ്കൊടി കാണിക്കുമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് ആക്ഷേപം. മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ, ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രൻ, ചാറൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജേഷ്, വല്ലച്ചിറ മണ്ഡലം പ്രസിഡന്റ് സിജോ എടപ്പിള്ളി, പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TN ഉണ്ണികൃഷ്ണൻ, ഷീല ഹരിദാസ്, റോസിലി ജോയ്, പഞ്ചായത്ത് അംഗങ്ങൾ, മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ, ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊതുപരിപാടിക്ക് ഒരു മന്ത്രി വരുന്നുണ്ടെങ്കിൽ ആ മന്ത്രി വരുന്ന വഴിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇത് എവിടെ അവസാനിക്കും? എന്താണ് പോലീസിന് പറയാനുള്ളത്? മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടെന്നാണോ? ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശമുണ്ടെന്നാണോ? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശമുണ്ടെന്നാണോ? ഏത് നിർദ്ദേശത്തിന്റെ പേരിലാണെങ്കിലും കോൺഗ്രസ് നേതാക്കളെ തലങ്കലിൽ വെച്ച് സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്താൻ അനുവദിച്ചാൽ അത് അവിടെ അവസാനിക്കില്ല. അതിശക്തമായി പ്രതികരിക്കാൻ ജില്ലയിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഹെൽത്ത് സെന്ററായിട്ട് അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന വീണ ജോർജ്, ഈ രാജ്യത്ത് വീണ ജോർജിന്റെ പ്രവർത്തനങ്ങൾ, വീണ ജോർജ് ശരിക്കും വെന്റിലേറ്ററിലായിരുന്നു. വീണ ജോർജ് കഴിഞ്ഞ കാലങ്ങളിൽ ആരോഗ്യവകുപ്പ്, നിങ്ങളെല്ലാവരും പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളൊക്കെ കണ്ടിരുന്നു, ഇവിടെ എത്രയോ മരണങ്ങൾ നടക്കുന്നു, ഹോസ്പിറ്റലുകൾ അങ്ങനെ തന്നെ വീഴുന്നു. അങ്ങനെ നിരവധി ആരോഗ്യവകുപ്പിൽ നിരവധിയായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മന്ത്രി വീണ ജോർജ് എവിടെയായിരുന്നു? കേരളത്തിലെ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരായ അവണിശ്ശേരി മണ്ഡലത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട പ്രിയനെയും, മുൻ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദിനെയും, അതുപോലെ തന്നെ സുജിത് കുമാറിനെയും അന്യായമായി ഒരു കാരണവുമില്ലാതെ ഒരു തെറ്റും ചെയ്യാതെ അകാരണമായി ചേർപ്പ് പോലീസ് തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. തെറ്റ് ചെയ്തതിന്റെ പുറത്തോ മന്ത്രിക്കെതിരെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പുറത്തുമല്ല പ്രിയപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പിണറായി വിജയനോടുള്ള ഭക്തി മാത്രമാണ് കാണിക്കുന്നത്. അതിനെതിരെയാണ് മുൻ DCCയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ ഉപരോധിക്കുന്നത്. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് സ്കൂൾ കലോത്സവം ഋതം എന്ന പേരിൽ സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം ഫിറോഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. 2K25 നമ്മുടെ വിദ്യാലയത്തിന്റെ സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. ഈ ഞങ്ങളൊക്കെ സംബന്ധിച്ച് സ്കൂൾ കാലഘട്ടം നമ്മൾ ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്ന കുറെ കുസൃതികൾ, തല്ലുപൊളിത്തരം, പിന്നെ യുവജനോത്സവം, സ്പോർട്സ് ഡേ. ഓക്കെ, ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നന്നായി പഠിക്കുമോ? ഇല്ല. പഠിക്കാത്തൊരു മോശമാണോ? ഓക്കെ. ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലുള്ള കഴിവുകളാണുള്ളത്. പഠിക്കുന്ന കുട്ടികളുണ്ടോ? പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ കഴിവും അവർ അതിൻ്റെതായ മേഖലയിൽ വളരെ വലുതായിട്ട് അച്ചീവ് ചെയ്യും. പക്ഷെ ചില കുട്ടികളുണ്ട്
അതിലുമുപരി മുകളിലേക്ക് പോകുന്നവർ. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ കലാകാരന്മാരുണ്ടായിരിക്കും, അവരിതിലൊന്നും ശ്രദ്ധിക്കില്ല. അവർ ചിലപ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ളവരുണ്ടോ? ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ വരയ്ക്കുന്നവരുണ്ടോ? ടീച്ചർ അവിടെ വരയ്ക്കുന്നവരുണ്ടോ? ഇല്ല. ഓക്കെ. അതുപോലെ തന്നെ സ്പോർട്സിൽ കഴിവുള്ളവരായിരിക്കും. മെസ്സി, റൊണാൾഡോ, സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, അങ്ങനെയൊക്കെ ആവാൻ കഴിവുള്ളവര് ഉണ്ടായിരിക്കും. പക്ഷെ അത് സ്കൂൾ കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞ് നമ്മുടെ പേരൻസും ടീച്ചേഴ്സും തിരിച്ചറിഞ്ഞ് ഓരോരുത്തരുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അവനെ ആ മേഖലയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരിടമാണ് സ്കൂൾ. PTA പ്രസിഡന്റ് PR ജോണി അധ്യക്ഷത വഹിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു അവസരം ആണ്. എല്ലാ കുട്ടികളിലും അവരവരുടെ കഴിവുകൾ തെളിയിക്കുന്ന ഒരു സമയമാണ് 1 മുതൽ 10 വരെയുള്ള സ്കൂൾ പഠന കാലഘട്ടങ്ങളിൽ. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് അടുത്ത ഉപജില്ല, ജില്ല, സ്റ്റേറ്റ് എന്ന ലെവലിലേക്കൊക്കെ പോകാൻ പറ്റുന്നത്. അപ്പോൾ പരമാവധി എല്ലാ കുട്ടികളും അവരുടെ കഴിവുകൾ പഠനത്തിലായാലും സ്പോർട്സിലായാലും കലാപരിപാടിയിലായാലും ഒക്കെ നിങ്ങൾ അവരവരുടെ കഴിവുകൾ തെളിയിക്കാൻ മുന്നോട്ട് വരണം. അത് മാറി നിൽക്കാതെ ഓരോ പരിപാടികൾ നിങ്ങൾക്ക് ഓരോ വ്യക്തിക്കും ഓരോ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട പരിപാടികൾ ഏതൊക്കെയാണ് അത് തിരഞ്ഞെടുക്കുക. നല്ല കലാവാസനയോടുകൂടെ നിങ്ങൾ നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഇന്ന് കലോത്സവങ്ങളിൽ കയറി വന്നിട്ട് വേണം മറ്റുള്ള ഇപ്പോൾ ജില്ലയ്ക്കോ അല്ലെങ്കിൽ ഉപജില്ലയ്ക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി, ഉന്നതൊരു ജോലി കിട്ടണമെങ്കിൽ പോലും ഇന്ന് ഒരു കലാവാസനയാണ് ആദ്യം നോക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. സ്കൂൾ മാനേജർ ഫാദർ പോളി നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. MPTA പ്രസിഡന്റ് ഷിനി ഷൈൻ, കലോത്സവം കൺവീനർ രമ്യ കെ ജോസ്, സ്റ്റാലിൻ ഷിൻഡു എന്നിവർ സംസാരിച്ചു. ചേർപ്പ് BRCയുടെ ആഭിമുഖ്യത്തിൽ സ്ട്രീം ഹബ്, ഐലാബ് എന്നിവയുടെ പരിശീലനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. പാഠപുസ്തകത്തിൽ നിന്നുള്ളത് പരിഹാട്ട് പഠിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ മാറിയിട്ട് കുറച്ച് വർഷങ്ങളായി. അവരെന്നെ ഒരുപാട് കണ്ടെത്തി, കൂടെ രക്ഷിതാക്കളുടെ സഹായം കൊണ്ട് ഒരുപാട് കണ്ടെത്തി ഓരോന്നും കണ്ടുപിടിച്ചു. വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശാസ്ത്രമേഖല പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കുട്ടികളും അതിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പരിപാടിയാണ്, നല്ലൊരു ശില്പശാലയാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ 20 ലക്ഷം രൂപയ്ക്ക് ഒരു ലാബ് സജ്ജീകരിച്ച് തരുന്നു. അതിനുവേണ്ടി ഒരു ട്രെയിനറെ തയ്യാറാക്കി തരുന്നു. അത്രയും സൗകര്യം നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കുട്ടികളെ അതിലേക്ക് അടുപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ 3 സ്കൂളിൽ നിന്നുള്ള ടീച്ചേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങളുടെ ശില്പശാലയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. നിങ്ങളാണ് ഓരോരുത്തരാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും. അപ്പോൾ അത് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സിന് കഴിയണം. ആ കഴിയുന്ന രീതി എത്രത്തോളം നമുക്ക് സ്കൂളിൽ ചെന്ന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കും. BPC KR ബിനി അധ്യക്ഷത വഹിച്ചു. UP തലത്തിൽ തന്നെ ഗവേഷകർ, ഇന്നോവേറ്റേഴ്സ് എന്നിവരെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പരിശീലനത്തിൽ ലക്ഷ്യമിടുന്നത്. ചേർപ്പ് GVHSലായിരുന്നു സ്ട്രീം ഹബ്ബ് ലാബ് പ്രവർത്തനം ആരംഭിച്ചത്. പ്രദേശത്തെ 4 പഞ്ചായത്തുകളിലെ സ്കൂളുകൾക്കും ഇത് ഉപയോഗപ്പെടുത്താനാകും. ഐലാബ് വലച്ചിറ GUP സ്കൂൾ, അമ്മാടം സെയിന്റ് ആന്റണീസ് സ്കൂൾ, ചേർപ്പ് CNN ബോയ്സ് എന്നിവിടങ്ങളിൽ പ്രവർത്തനം തുടങ്ങി. BRC ട്രെയിനർ ഡോക്ടർ സോണിയ വിശ്വം സംസാരിച്ചു. വൃക്കരോഗത്താൽ ദുരിതമനുഭവിക്കുന്ന വിദ്യാർത്ഥിക്ക് വൃക്ക മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ സുമനസ്സുകൾ കനിയണം. ചേർപ്പ് ചൊവ്വൂർ സ്വദേശി 25 വയസ്സുള്ള ഗോകുൽ കൃഷ്ണയാണ് ചികിത്സാ സഹായം തേടുന്നത്. 3 വർഷമായി ഡയാലിസിസ് ചെയ്താണ് ഗോകുൽ കൃഷ്ണ മുന്നോട്ടു പോകുന്നത്. 10 വർഷം മുൻപ് അച്ഛൻ ഷാജി മരിച്ചതോടെ അമ്മ സീമ വീട്ടുജോലി ചെയ്താണ് കുടുംബം പുലർത്തുന്നത്. എത്രയും പെട്ടെന്ന് ആഗസ്റ്റ് 10-ാം തീയതിയാണ് ഞങ്ങൾക്ക് ഡേറ്റ് തന്നിരിക്കുന്നത് സർജറിക്ക്. ഇതുവരെ ഫണ്ടാവാത്ത കാരണം എൻ്റെ മോൻ ഓരോ ദിവസവും വേദന കൊണ്ടും അവന് വെള്ളം കുടിക്കാൻ പറ്റാണ്ടും ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ആഴ്ചയിൽ 3 എന്നുള്ളത് 4 ഡയാലിസൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരികയാണ്. അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായി. ഞാൻ ഒരു കടയിൽ ജോലിക്ക് പോയിട്ടാണ് എൻ്റെ മക്കളെ നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് 3 വർഷമായിട്ട് ജോലിക്ക് പോകാനും പറ്റുന്നില്ല. മോന് കണ്ണിന് കാഴ്ചയും കൂടി ഇല്ലാത്ത കാരണം അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്.
സർജറിക്കുള്ള തുക കണ്ടെത്താൻ ഞങ്ങളുടെ മുന്നിൽ നിങ്ങളോട് അപേക്ഷിക്കുക എന്നല്ലാണ്ട് വേറൊരു വഴിയില്ല. നിങ്ങളെല്ലാവരും മോനെ രക്ഷിക്കുക. ഒപ്പം ഗോകുലിനെ പഠിപ്പിച്ചതും. എന്നാൽ ഗോകുലിന് അസുഖം ബാധിച്ചതോടെ ഇവർ തീർത്തും പ്രതിസന്ധിയിലായി. നാട്ടുകാരുൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെയായിരുന്നു ചികിത്സ മുന്നോട്ടു പോയിരുന്നത്. എന്നാലിപ്പോൾ ഗോകുലിന്റെ ജീവൻ നിലനിർത്താൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇതിനായി 7 ലക്ഷത്തിലധികം രൂപ ആവശ്യമുണ്ട്. തുക കണ്ടെത്താനായി ഇപ്പോൾ സുമനസുകളുടെ സഹായം തേടുകയാണ് ഇവർ. എനിക്ക് ദിവസം കുടിക്കാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ഞാൻ കുറച്ച് വായ വെള്ളം കുടിക്കുമ്പോഴേക്കും ദിവസത്തിലുള്ള പരിധി അത് കഴിയും. എനിക്ക് ഏറെ വെള്ളം കുടിക്കണം എന്നുള്ളതിലാണ് ഒരാഗ്രഹമാണ്. എനിക്ക് ഷുഗറുള്ള കാരണം നന്നായി വെള്ളം കുടിക്കണം എന്നുള്ള ഒരു ശാരീരപ്രകൃതമാണ് എൻ്റെ. ഭക്ഷണങ്ങൾ കഴിച്ചില്ലെങ്കിൽ കൂടി എനിക്ക് വെള്ളം കുടിക്കാനാണ് ആഗ്രഹം. അപ്പം എന്നെ നിങ്ങളെല്ലാവരും എൻ്റെ സർജറി ഓഗസ്റ്റ് 10-ാം തീയതി ആസ്ട്രമിംസ് കോട്ടക്കലിൽ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നാട്ടുകാരുടെയും എൻ്റെ കൂട്ടുകാരുടെയും സഹോദരത്തോടു കൂടിയാണ് ഡയാലിസിസും കാര്യങ്ങളും എല്ലാവരും നടന്നു പോയിരുന്നത്. സർജറിക്ക് വലിയൊരു തുക ആവശ്യമുള്ളതാണ്. ഇതിനായി CC മുകുന്ദൻ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ഗോകുൽ കൃഷ്ണ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ പെരുമ്പിളിശ്ശേരി ശാഖയിൽ ആരംഭിച്ച 40302101059094 എന്ന നമ്പറിലുള്ള അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. IFSC കോഡ് KLGB 00103002. ഗോകുൽ കൃഷ്ണയ്ക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് നമ്മുടെ സ്നേഹപൂർവ്വമുള്ള ചേർത്തുനിർത്തൽ അനിവാര്യമാണ്. ഗ്രാമപഞ്ചായത്തിൽ 4-ാം വാർഡിൽ താമസിക്കുന്ന ഷാജി സീമ ദമ്പതികളുടെ മകനായ ഗോകുൽ കൃഷ്ണ 25 വയസ്സ്, ഇരുവൃക്കകളും തകരാറിലായി ഇരിക്കുകയാണ്. അവന് 7 ലക്ഷം രൂപ ഏകദേശം ചെലവ് വരുന്ന ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാലാണ് അവന് ജീവൻ നിലനിർത്താൻ സാധിക്കുള്ളൂ. അതിന് നിങ്ങളുടെ സുമനസുകളുടെ സഹായം തേടും. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് പാലക്കൽ സെന്റ് മാത്യൂസ് ഇടവകാംഗങ്ങൾ മാർച്ച് നടത്തി. തുടർന്ന് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പാലക്കൽ സെന്ററിലുള്ള തെക്കേ കപ്പേളയിൽ എത്തിച്ചേർന്നു. തുടർന്ന് വികാരി ഫാദർ ലിറിൽ തളിയപറമ്പിലിന്റെ അധ്യക്ഷതയിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. മാധ്യമങ്ങളിൽ നിന്നും CBCIയിൽ നിന്നൊക്കെ നമുക്ക് പ്രത്യേകം അറിയാനായിട്ട് നമുക്ക് സാധിച്ചത്, ഒരു മനുഷ്യന് വേണ്ടതായിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ഇന്ന് തുറങ്കിലടച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്, അമ്മമാർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു വേദനയുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ഏതെങ്കിലും ഒരു മത പ്രസ്ഥാനത്തിനോടോ ഉള്ള നമ്മുടെ വിഷമമല്ല നമ്മൾ അറിയിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഇത് നമ്മുടെ അമ്മമാരെ അന്യായമായി ജയിലിൽ അടച്ചതിൻ്റെ വലിയൊരു വേദനയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള മറ്റു വിശദാംശങ്ങളൊക്കെ നാസർ മാഷ് സൂചിപ്പിക്കും. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം, നമ്മുടെ ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമരായുധം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന തന്നെയാണ്. ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ പൊതുജനം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത് ക്രൈസ്തവർക്ക് വലിയ വേദന ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരസ്യമായിട്ടൊരു പ്രതിഷേധ റാലി ഇവിടെ സംഘടിപ്പിക്കുക. മുൻ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയും കേരള സഭാതാരവുമായ PI ലാസർ മുഖ്യപ്രഭാഷണവും പ്രതിനിധി യോഗ സെക്രട്ടറി PC ജോസ് പ്രമേയാവതരണവും നടത്തി. വളരെയേറെ ഹൃദയവേദനയോടുകൂടിയാണ് നിങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുന്നത്. സിസ്റ്റേഴ്സും അതുപോലെ തന്നെ അമ്മമാരൊന്നും ഇതുപോലെയുള്ള പ്രതിഷേധ യോഗങ്ങളിലൊന്നും അതും വാ മൂടിക്കെട്ടി നിങ്ങൾക്ക് ഒന്നൊരക്ഷരം ഇടിയാടാനില്ല. നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ മനോവേദന, നിങ്ങളുടെ പ്രതിഷേധം പുറത്തു പറയാൻ അനുവദിക്കാത്ത ഒരു ഭരണകൂടത്തിനെതിരെ നിങ്ങൾ നിശബ്ദരായി വാ മൂടിക്കെട്ടിക്കൊണ്ട് നിങ്ങൾ വന്നിരിക്കുന്നു. ഇതൊരു പ്രതീകാത്മകമായ സമര പരിപാടിയാണ്. പക്ഷേ മൈലുകൾക്കപ്പുറത്ത് ഛത്തീസ്ഗഡിൽ ഈ സമയം ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ 25-ാം തീയതി മുതൽ
റവറൻ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും ജയിലഴികൾ പിടിച്ച് ജപമാല ചൊല്ലിക്കൊണ്ട് അകലങ്ങളിലേക്ക് കണ്ണും നട്ടുകൊണ്ട് എന്ന് ഞങ്ങൾക്ക് പുറത്തു കിടക്കാൻ പറ്റും? തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് നിങ്ങൾ എന്ത് അപരാധമാണ് ഈ രാജ്യത്തോട് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വളരെ വേദനയോടുകൂടി ജയിലഴികൾ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിരതരായി ജയിലിൽ കഴിയുന്ന ആ രംഗമാണ് എന്റെ മനസ്സിലേക്ക് കടന്നു. വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ ഷിൻഡോ മാത്യു, നടത്തുകൈക്കാരൻ ലിജോ മരോട്ടിക്കൽ, കൈക്കാരന്മാരായ മാർട്ടിൻ മുരിങ്ങാത്തുപറമ്പിൽ, ആൻജോ റാഫി എന്നിവർക്ക് പുറമെ ടി.പി. ജോസ്, ജെയിംസ് വിജയ്, സിജോ തറയിൽ തുടങ്ങിയ പ്രതിനിധി യോഗാംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ വി.പി. സേവ്യറിന്റെ നേതൃത്വത്തിലുള്ള കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, ഏകോപന സമിതി പ്രസിഡന്റ് വി.ജെ. ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ ഭക്തസംഘടനാ ഭാരവാഹികൾ, പി.ആർ.ഒ. ജെറിൻ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിൽ വിവിധ മേഖലയിൽ ഉള്ളവർക്ക് കളക്ടറുമായി സംവദിക്കുന്നതിനായി നടത്തുന്ന മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ 41ാം അധ്യായം നടന്നു. ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് അതിഥികളായി എത്തിയത്. സൈബർ ഇടങ്ങളിൽ ജാഗ്രതയോടുകൂടി ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത ജില്ലാ കലക്ടർ കുട്ടികളോട് സംവദിച്ചു. നമ്മുടെ പൊതുയിടങ്ങളും സ്കൂളുമെല്ലാം ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന്റെ ആവശ്യകത കുട്ടികൾ ഉന്നയിച്ചു. പുതിയ കെട്ടിടങ്ങളിലും പാഠഭാഗങ്ങളിലും ഭിന്നശേഷി സൗഹൃദമാകുന്നത് ശുഭസൂചനയാണ്. തൃശൂരിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്കൂളിൽ നിന്ന് പങ്കെടുക്കണമെന്നും പഠനത്തോടൊപ്പം ഇത്തരം പഠനേതര വിഷയങ്ങളിലും ഇടപെടണമെന്നും കുട്ടികളോട് പറഞ്ഞു. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കുട്ടികളുടെ നല്ല ഭാവിയിലേക്ക് അവരുടെ വളർച്ച നല്ല മൂലധനമാകണം. വിവിധ വിഷയങ്ങൾ സംസാരിച്ച് അവസാനം ഫോട്ടോ എടുത്തും കളക്ട്രേറ്റ് ചുറ്റിക്കറങ്ങിയുമാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. അധ്യാപികമാരായ അന്നമ്മ ഫിലിപ്പ്, മിഥുൻ പി.എസ്., ഷർമിള എന്നിവർ കുട്ടികളെ അനുഗമിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിലെ ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങൾ നൽകുന്നതിനായി പട്ടയമേള നടത്തി. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ. രാജൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മുരളി പെരുന്നെല്ലി എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. 84 പട്ടയങ്ങളാണ് വാടാനപ്പള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തത്. ഇതിൽ 5 നൂറ്റാണ്ടിലേറെയായി വാടാനപ്പള്ളി വില്ലേജിലെ രേഖകളില്ലാതെ ജീവിച്ചിരുന്ന 13 കുടുംബങ്ങൾക്കും പട്ടയം അനുവദിച്ചിട്ടുണ്ട്. സ്ഥലത്തിന് ആധികാരികമായ രേഖയില്ലാത്തതിനാൽ സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളിൽ ഗുണഭോക്താക്കളാകാനോ ബാങ്ക് വായ്പ തുടങ്ങിയവ നേടാനോ ഈ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. മണലൂർ നിയോജക മണ്ഡലത്തിൽ 2024 ജൂൺ മുതൽ 2025 മെയ് വരെ 109 ക്രയ സർട്ടിഫിക്കറ്റുകളാണ് അനുവദിച്ചത്. 2021 മെയ് മുതൽ 2024 മെയ് വരെ 457 ക്രയ സർട്ടിഫിക്കറ്റുകളും കൂടി ഈ മണ്ഡലത്തിലാകെ 566 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ.സി. പ്രസാദ്, കെ.കെ. ശശിധരൻ, ലതി വേണുഗോപാൽ, ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ പി.എം. മുഹമ്മദ്, ബെന്നി ആന്റണി, എ.വി. വല്ലഭൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ബാസി, കൊച്ചപ്പൻ വടക്കൻ, ദിൽന തനീഷ്, എം.എം. റജീന, ജിയോ ഫോക്സ്, മിനി ജയൻ, രേഖ സുനിൽ, സൈമൺ തെക്കത്ത്, സ്മിത അജയകുമാർ, ഡെപ്യൂട്ടി കളക്ടർ എം.സി. ജ്യോതി, ചാവക്കാട് തഹസിൽദാർ എം.കെ. കിഷോർ, കുന്നംകുളം ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാർ കെ.ടി. ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പള്ളിശ്ശേരി വെസ്റ്റ് ഉള്ളാണിശ്ശേരി മനോഹരൻ നിര്യാതനായി. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെങ്ങണിശ്ശേരി അമ്പലനട ശിവൻകുട്ടി എന്ന ശിവാനന്ദൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9150 രൂപ, പവന് 73,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി. നവീകരിച്ച OP ബ്ലോക്കിന്റെ ഉദ്ഘാടനവും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്ര പ്രഖ്യാപനവും മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കോൺഗ്രസ് നേതാക്കളെ അന്യായമായി പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നാരോപിച്ച് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു.
ചൊവ്വൂർ സെന്റ് സേവിയർ സ്കൂൾ കലോത്സവം ഋതം എന്ന പേരിൽ സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം ഫിറോഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ തീരുന്നു. നമസ്കാരം.